ബിസിനസ് സ്കിൽസ്. ഏത് തൊഴിൽ മേഖലയെ സംബന്ധിച്ചിടത്തോളവും അടിസ്ഥാനപരമായിട്ടുള്ള കഴിവുകൾ ഏതൊരു എംപ്ലോയിക്കും വളരെയധികം അത്യാവശ്യമാണ്. ഇനി സ്പെഷ്യലൈസ്ഡ് നോളജ് ആണ് കൂടുതലായും പ്രാധാന്യം അർഹിക്കുന്നത്. ഇംഗ്ലീഷ് ടീച്ചറെ സംബന്ധിച്ചിടത്തോളം എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അവർക്ക് വളരെ അത്യാവശ്യമാണ്. കൂടാതെ ഇൻ്റർപേഴ്സണൽ സ്കിൽസും ആവശ്യമായി വരുന്നു. മാർക്കറ്റിംഗ് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഡിസിഷൻ മേക്കിംഗ് സ്കിൽ, അനലിറ്റിക്കൽ സ്കിൽസ് എന്നിവ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. എന്നിരുന്നാലും ബേസിക്കായി എല്ലാ മേഖലകളിലും വേണ്ട കഴിവുകളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ബിസിനസ് മേഖല ആയിക്കോട്ടെ, പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ വളരെ അത്യാവശ്യമായ ഘടകമാണ്. മുതൽ ഹൗസ് കീപ്പേഴ്സിന് വരെ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുമ്പോൾ അതിൽ സ്പീക്കിംഗ് സ്കിൽ, ലിസണിംഗ് സ്കിൽ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നിവ ഉൾപ്പെടുന്നു. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ വ്യക്തമായി സംസാരിക്കാനുള്ള കഴിവാണ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബോഡി ലാംഗ്വേജസ് അല്ലെങ്കിൽ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആണ്. ഓറൽ കമ്മ്യൂണിക്കേഷൻ ലിസണിംഗ് കപ്പാസിറ്റിയെയാണ് ഉദ്ദേശിക്കുന്നത്. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വളരെ അത്യാവശ്യമാണ് ബിസിനസ് മേഖലയെ സംബന്ധിച്ചിടത്തോളം. മെസ്സേജുകൾ ടൈപ്പ് ചെയ്യുക, റിപ്പോർട്ടുകൾ ക്രിയേറ്റ് ചെയ്യുക, ഡോക്യുമെൻറ്റുകൾ ടൈപ്പ് ചെയ്യുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ പിക്ചേഴ്സ് അല്ലെങ്കിൽ വീഡിയോസ് എന്നിവ ഉപയോഗിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ, ഏതെങ്കിലും വിഷ്വൽ എയ്ഡ്സിൻ്റെ സഹായത്തോടെ നടത്തുന്ന കമ്മ്യൂണിക്കേഷനാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. ഇത്തരം കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകളെല്ലാം തന്നെ ഏതൊരു തൊഴിൽ മേഖലയെ സംബന്ധിച്ചിടത്തോളവും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. ഡിസിഷൻ മേക്കിംഗ് സ്കിൽ. ഡിസിഷൻ മേക്കിംഗ് സ്കിൽ ബിസിനസ്സിലും അതുപോലെ പ്രൊഫഷണൽ ലൈഫിലും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഒരു ഷർട്ട് തിരഞ്ഞെടുക്കുക, ഇതെല്ലാം തന്നെ വളരെ വ്യക്തമായ തീരുമാനത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഇത് ഒരു ഇൻബോൺ ടാലൻ്റ് ആയിട്ടാണ് പലപ്പോഴും പലരും കണക്കാക്കുന്നത്. എന്നാൽ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായി സാധിക്കും. എക്സ്പീരിയൻസ് മൂലം നമുക്കത് നേടിയെടുക്കാവുന്നതാണ്. കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും അതുവഴി നമുക്ക് ഇത്തരത്തിലുള്ള സ്കില്ലുകൾ വളർത്തിയെടുക്കാനും സാധിക്കുന്നു. അതുകൊണ്ട് ഇതിനെ ഒരു ലൈഫ് ലോങ് പ്രോസസ്സായി കണക്കാക്കാം. കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കുക, കണ്ടുപഠിക്കുക, എക്സ്പീരിയൻസ്, പ്രാക്ടീസ് എന്നിവ വഴി ഡിസിഷൻ മേക്കിംഗ് സ്കിൽ ഓരോ വ്യക്തിക്കും ഇംപ്രൂവ് ചെയ്യാനായി കഴിയുന്നു. നെക്സ്റ്റ് വൺ പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ്. പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ അതിന് ആൻസേഴ്സ് കണ്ടെത്തുക മാത്രം പോരാ, അത് പ്രാക്ടിക്കബിൾ ആണോ എന്നുകൂടി നോക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് ബിസിനസ് സക്സസ് ആകാനായി സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് വൺ ലീഡർഷിപ്പ് സ്കിൽസ്. ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ലീഡർക്കുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ക്വാളിറ്റീസ് ആണ് മോട്ടിവേഷൻ സ്കിൽ, ഇൻസ്പയർ ചെയ്യാനുള്ള കഴിവ്, ക്രിയേറ്റിവിറ്റി എന്നിവയെല്ലാം തന്നെ. ഇത്തരത്തിലുള്ള സ്കില്ലുകൾ കൊണ്ട് ഓരോ എംപ്ലോയീസിനെയും കൂടുതലായി വർക്കിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്നു. പേഴ്സണൽ സ്കിൽസ്. ടു ബിൽഡ് ആൻഡ് മെയിൻറ്റെയിൻ റിലേഷൻഷിപ്പ്. വ്യക്തികളുമായി നല്ല രീതിയിൽ ബന്ധങ്ങൾ സ്ഥാപിക്കാനും അത് നിലനിർത്തി കൊണ്ടുപോകാനും സാധിക്കണം. കാര്യങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയെടുക്കുക, അഭിപ്രായങ്ങളോട് യോജിപ്പ് പ്രകടിപ്പിക്കുക, വളരെ ക്ഷമയോടെയും വളരെ ബഹുമാനത്തോടെയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും അതുമായി ഒത്തുപോകാനുമുള്ള കഴിവ്. ഓർഗനൈസേഷണൽ സ്കിൽസ്. പ്രോജക്റ്റ് ഹാൻഡ്ലിംഗ് ഇതിൽ പ്രാധാന്യം അർഹിക്കുന്നു. പ്ലാനിംഗ്, കോർഡിനേറ്റിംഗ് ഓഫ് റിസോഴ്സസ് എന്നിവ ഓർഗനൈസേഷണൽ സ്കിൽസിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്.
Time management skills. Time is important in personal life as well as in business life. സോ ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിച്ചിരിക്കണം. എന്തൊക്കെയാണ് ഗോൾസ് അഥവാ ലക്ഷ്യങ്ങൾ എന്ന് ആദ്യം മനസ്സിലാക്കുക. പിന്നീട് അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. ഏതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്ന് തീരുമാനിക്കുക. അതിനനുസരിച്ച് ഷെഡ്യൂളുകൾ ക്രിയേറ്റ് ചെയ്യുക, ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇത് നേടിയെടുക്കാൻ വേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യുക. ഇത്തരത്തിൽ ടൈമിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്താൽ ബിസിനസ് ലൈഫായാലും പേഴ്സണൽ ലൈഫായി കഴിഞ്ഞാലും സക്സസ് ആകുന്നു. സ്ട്രെസ് മാനേജ്മെൻറ്റ്. സ്ട്രെസ് വർക്ക് പ്ലേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാക്കി മാറ്റുന്നു. അതായത് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. സ്ട്രെസ് മാനേജ്മെൻറ്റ് വളരെ അത്യാവശ്യമായ ഒന്നാണ്. സ്ട്രെസ് ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജോബ് അല്ലെങ്കിൽ ടാസ്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. സോ ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ട ടൂൾസും ടെക്നിക്സും ഒക്കെ യൂസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ടീം വർക്ക്. ചില വ്യക്തികൾ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ടീം വർക്ക് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റൽ വർക്കിനാണ് കൂടുതലായും പ്രാധാന്യം നൽകുന്നത്. സോ ഒരു ടീമായി വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്നു. അല്ലെങ്കിൽ കമ്പനിക്ക് വളരെ വേഗത്തിൽ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നു. ടീം വർക്ക് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമായ ഒന്നാണ്. വർക്ക് എത്തിക്. ജോലിസ്ഥലത്ത് പാലിക്കേണ്ട മര്യാദകൾ. നമുക്ക് ലഭിക്കുന്ന സാലറി അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന പേയ്മെൻറ്റ് അതിനനുസരിച്ചെങ്കിലും മാക്സിമം ജോലി ചെയ്യാൻ ശ്രമിക്കുക. ശരിയായ സമയത്ത് ഓഫീസിൽ എത്തുക, മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുക, വർക്ക് ആവുന്നിടത്തോളവും എറർ ഫ്രീ ആക്കി വയ്ക്കാൻ ശ്രമിക്കുക. ഫ്ലെക്സിബിലിറ്റി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മാറ്റങ്ങൾ ഉണ്ടാവുന്നതനുസരിച്ച് അതിനെ ഉൾക്കൊള്ളാനുള്ള കഴിവിനെയാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം മാറ്റം എന്ന് പറയുന്നത് വളരെ അനിവാര്യമായ ഒന്നാണ്. അതിനനുസരിച്ച് അതിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവ് എംപ്ലോയിക്ക് അല്ലെങ്കിൽ പ്രൊഫഷണലിന് ഉണ്ടായിരിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ വർക്ക് പ്ലേസിന് വളരെയധികം മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഹാർഡ് സ്കില്ലിനോടൊപ്പം തന്നെ വളരെ അത്യാവശ്യമായ ഒന്നാണ് സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നതും. ഹാർഡ് സ്കിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെക്നിക്കൽ നോളജ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആണ്. എന്നാൽ സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാനുള്ള വർക്കേഴ്സിൻ്റെ കഴിവിനെ ആണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി, അയാൾക്ക് മെഷീൻ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ അത് ഹാർഡ് സ്കില്ലും, മറ്റുള്ളവരുമായി നല്ല രീതിയിൽ ഒത്തുപോകാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അതിനെ സോഫ്റ്റ് സ്കിൽ എന്നും പറയുന്നു. ഓർഗനൈസേഷൻ ഹ്യൂമൻ റിസോഴ്സിന് വളരെയധികം പ്രാധാന്യം നൽകുന്നു. കാരണം ഏതൊരു ഓർഗനൈസേഷൻ്റെയും ഫണ്ടമെൻ്റൽ കമ്പോണൻ്റായി ഹ്യൂമൻ റിസോഴ്സിനെ കണക്കാക്കാവുന്നതാണ്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഇത്തരത്തിലുള്ള സോഫ്റ്റ് സ്കില്ലുകൾ വളർത്തിയെടുക്കാൻ വളരെയധികം ശ്രമിക്കണം. സോഫ്റ്റ് സ്കിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻ്റർപേഴ്സണൽ സ്കിൽസ് ആണ്. എന്നാൽ ഹാർഡ് സ്കിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേപ്പബിലിറ്റി ടു പെർഫോം എ പർട്ടിക്കുലർ ജോബ്, ഏതെങ്കിലും ഒരു പ്രത്യേക ജോലി ചെയ്യാനുള്ള കഴിവിനെയാണ് ഹാർഡ് സ്കിൽ എന്ന് പറയുന്നത്. ഹാർഡ് സ്കില്ലിനോടൊപ്പം തന്നെ സോഫ്റ്റ് സ്കില്ല് കൂടുതലായും ആർജിക്കുവാൻ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ ഒരു ബിസിനസ് സക്സസ്സിലേക്ക് എത്തുന്നു.
ക്വാളിറ്റി ഓഫ് ഇൻഡസ്ട്രി, ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ്, ഓർഗനൈസേഷൻ, വർക്കേഴ്സ് ലൈഫ് എന്നിവയെല്ലാം തന്നെ സോഫ്റ്റ് സ്കില്ലിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിലനിൽക്കുന്നത്. സോഫ്റ്റ് സ്കിൽസ് ഇമോഷൻസിനാണ് പ്രാധാന്യം നൽകുന്നത് എങ്കിലും ഹാർഡ് സ്കിൽ പ്രാധാന്യം നൽകുന്നത് ടെക്നിക്കൽ സ്കിൽസിനാണ്. സോഫ്റ്റ് സ്കിൽസ് വളർത്തിയെടുക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ വളരെ വേഗത്തിൽ സാധിച്ചു എന്ന് വരില്ല. എന്നാൽ ഹാർഡ് സ്കിൽ ട്രെയിനിങ്ങിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നു. സോഫ്റ്റ് സ്കിൽ പ്രധാനമായും 2 വിധത്തിലാണ് ഉള്ളത്. ഒന്ന് പേഴ്സണൽ സ്കില്ലും മറ്റൊന്ന് സോഷ്യൽ സ്കില്ലും. പേഴ്സണൽ സ്കിൽ എന്ന് പറയുന്നത് കൂടുതൽ അറിവുകൾ നേടിയെടുക്കുക, നല്ല രീതിയിൽ ചിന്തിക്കാനുള്ള കഴിവ് എന്നിവയാണ്. സോഷ്യൽ സ്കിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരുമായി നല്ല രീതിയിൽ ബന്ധങ്ങൾ നിലനിർത്താൻ സാധിക്കുക എന്നതാണ്. ഇന്ന് മാറിവരുന്ന സാഹചര്യങ്ങളിൽ ഏതൊരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളവും എല്ലാ എംപ്ലോയീസിനും ഹാർഡ് സ്കില്ലിനോടൊപ്പം തന്നെ സോഫ്റ്റ് സ്കില്ലും വളരെയധികം അത്യാവശ്യമായി വരുന്നു. IT മേഖലയെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കൽ നോളേജിനോടൊപ്പം തന്നെ സോഫ്റ്റ് സ്കില്ലും വളരെ പ്രധാനപ്പെട്ട ഒന്നായി കണക്കാക്കുന്നു. ടെക്നിക്കൽ നോളേജ് ഉണ്ട് എങ്കിലും പലപ്പോഴും അവർ തഴയപ്പെടുന്നത് ഈ സോഫ്റ്റ് സ്കില്ലിൻ്റെ അഭാവം കൊണ്ടാണ്. പ്രൊഫഷണലിസം ഇൻ കമ്മ്യൂണിക്കേഷൻ. ഡെയിലി ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വായനയിലൂടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായി സംസാരിക്കുന്നതിലൂടെയോ ഒക്കെ തന്നെ അറിവ് നേടിയെടുക്കുന്നുണ്ട്. വായന, അതുപോലെ സംസാരം എന്നിവയെല്ലാം തന്നെ കമ്മ്യൂണിക്കേഷൻ ഉദാഹരണമായി പറയാം. ഒരു വർക്ക് പ്ലേസിനെ സംബന്ധിച്ചിടത്തോളം 70 to 80% ഓഫ് വർക്കിംഗ് ടൈം കമ്മ്യൂണിക്കേഷനായി ചെലവഴിക്കുന്നു എന്ന് പറയാൻ സാധിക്കും. മെമോസ് റീഡ് ചെയ്യുകയോ റൈറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. കോവർക്കേഴ്സുമായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു, സൂപ്പർവൈസേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നിവയെല്ലാം തന്നെ ഇതിന് ഉദാഹരണങ്ങളാണ്. ഏതൊരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം 2 തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്. ഫസ്റ്റ് വൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, സെക്കൻഡ് വൺ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ. പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഫാമിലി, ഫ്രണ്ട്സ് എന്നിവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. ഫേസ് ടു ഫേസ് കോൺവെർസേഷൻസോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പേഴ്സണൽ റൈറ്റിങ്സ് എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇത് കാഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ്. എന്നാൽ പ്രൊഫഷണൽ അല്ലെങ്കിൽ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ വർക്ക് പ്ലേസിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. ക്ലോസ് കോണ്ടാക്റ്റ് ഉള്ള ആളുകളായാലും അല്ലാത്ത ആളുകളോടായി കഴിഞ്ഞാലും കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടതായി വരുന്നു. സോ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിന് കൂടുതൽ അറ്റൻഷൻ നൽകേണ്ടതായി വരുന്നു. കമ്മ്യൂണിക്കേഷൻ, സ്പീക്ക് ഫ്ലുവൻ്റ്ലി. നല്ല രീതിയിൽ സംസാരിക്കാനായിട്ടുള്ള കഴിവ് വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ഉൾപ്പെടുന്നു. ഓറൽ കമ്മ്യൂണിക്കേഷൻ ഒരു ബിസിനസ്സിനെ അല്ലെങ്കിൽ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. സ്റ്റാഫ് മീറ്റിങ്ങുകൾ, ടെലിഫോൺ സംഭാഷണങ്ങൾ, ഫോമൽ ഇൻഫോമൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. സ്റ്റൈൽ ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. സ്റ്റൈൽ ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഡിഫറെൻറ്റ് അറ്റ് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. ഒരു കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള നിലയിൽ സംസാരിക്കുന്ന പോലെ അല്ല കൊളീഗ്സിനോട് സംസാരിക്കുന്നത്. വെർബൽ കമ്മ്യൂണിക്കേഷനിൽ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊന്നാണ് ലിസണിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെ കമൻറ്റുകൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ റിയാക്ഷൻസും എന്താണ് എന്ന് ശ്രദ്ധിക്കാൻ സാധിക്കണം. Verbal communication means the use of words to share informations with other people. മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നല്ല രീതിയിൽ വേർഡുകൾ ഉപയോഗിക്കുന്നതിന് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അതുകൊണ്ട് ബോത്ത് സ്പോക്കൺ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡഡ് ഇൻ ഇറ്റ്. സ്പീക്കിംഗ്.
ഫോർമൽ പ്രസൻറ്റേഷൻസ് ടു ഗ്രൂപ്പ് പീപ്പിൾസ്. ഒരു കൂട്ടം ആളുകളോട് ഫോർമലായി സംസാരിക്കുന്നതിനെ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയാം. പബ്ലിക് സ്പീക്കിംഗ് ആകുമ്പോൾ അതിന് പ്രിപ്പറേഷൻ വളരെയധികം അത്യാവശ്യമാണ്. ഓഡിയൻസ് ആരാണ് എന്ന് നോക്കി വേണം ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താനായി. സ്റ്റുഡൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ അല്ല സീനിയർ സിറ്റിസൺസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. അവസരങ്ങൾ കണ്ടെത്താനും അതിനെ ശരിയായ രീതിയിൽ വിനിയോഗിക്കാനും ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ വഴി സാധിക്കുന്നു. ഇമെയിലിംഗ്, ബ്ലോഗിംഗ്, ടെക്സ്റ്റ് മെസ്സേജിംഗ്, ഇൻ്റർനെറ്റ് കോൺഫറൻസസ് എന്നിവയെല്ലാം തന്നെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷന് ഉദാഹരണങ്ങളായി പറയാം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്റ്റീവ് ഫോർ എ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്? വെർബൽ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിലാക്കുന്നതിന് അത്യാവശ്യമായി വേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? വൈഡ് റീഡിങ്, നല്ല പരന്ന വായന ആവശ്യമാണ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പോക്കൺ അല്ലെങ്കിൽ റൈറ്റിംഗ് സ്കില്ലാണ്. സോ വേർഡ്സ് അല്ലെങ്കിൽ വൊക്കാബുലറീസ് വളരെയധികം ആവശ്യമായി വരുന്നു. എങ്കിൽ മാത്രമാണ് നമ്മുടെ ഐഡിയാസ് കൂടുതലായും എക്സ്പ്രസ് ചെയ്യാനും വളരെ ക്ലിയറായി മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും സാധിക്കുകയുള്ളൂ. പ്രിപ്പറേഷൻ മറ്റൊരു അത്യാവശ്യ ഘടകമാണ്. കാരണം മറ്റുള്ളവരുടെ ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ ആവശ്യകത അറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ അവരിലേക്ക് വളരെ വ്യക്തമായി എത്തിക്കാൻ സാധിക്കണം. വെർബൽ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് ട്രിക്കി ക്വസ്റ്റ്യൻസൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. ലിസൺ കെയർഫുള്ളി, കുറച്ച് സംസാരിക്കുകയും കൂടുതൽ കേൾക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. കൂടുതൽ ആളുകൾ നമ്മെ വിശ്വസിക്കുന്നതിനും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നതിനും ഇതുവഴി സാധിക്കുന്നു. ബോഡി ലാംഗ്വേജ് വെർബൽ കമ്മ്യൂണിക്കേഷനിൽ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. നമ്മൾ സംസാരിക്കുന്ന വേർഡുകൾ, ടോൺ, ആംഗ്യങ്ങൾ, ഫേഷ്യൽ എക്സ്പ്രഷൻസ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. തിങ്ക് ഇൻ ടേംസ് ഓഫ് ലിസണേഴ്സ് പെർസ്പെക്റ്റീവ്. നല്ല ഒരു കമ്മ്യൂണിക്കേറ്റർ എപ്പോഴും ലിസണറുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്നവരായിരിക്കും. അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് വേണം സംസാരിക്കാനായി. വിത്ത് കോൺഫിഡൻസ്, വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് എങ്കിൽ ഓഡിയൻസിൽ വിശ്വാസം നേടിയെടുക്കാൻ ഇതുവഴി സാധിക്കുന്നു. നമ്മൾ സെലക്ട് ചെയ്യുന്ന വേർഡ്സ്, സബ്ജക്റ്റ്, ടോൺ, ബോഡി ലാംഗ്വേജ്, ഐ കോണ്ടാക്ട് വിത്ത് ഓഡിയൻസ് എന്നിവയെല്ലാം തന്നെ ഇതിൽ പ്രാധാന്യമർഹിക്കുന്നവയാണ്. ഡെവലപ്പ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വളരെ ഹാർഡ് വർക്ക് അത്യാവശ്യമാണ്. മൈൻഡ് മാപ്പിംഗ്, വർക്ക്ഷോപ്സ്, ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ കോഴ്സസ് എന്നിവ വഴി ഇത്തരം സ്കിൽ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നു.